ഇന്ത്യൻ ജനസംഖ്യയുടെ പകുതിയോളം പേരും കായികാധ്വാനമില്ലാതെ മടിയന്മാരാകുന്നുവെന്ന ലോകാരോഗ്യ സംഘടന. പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് കായികാധ്വാനത്തിൽ ഏർപ്പെടാതിരിക്കുന്നതിൽ മുന്നിലുള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജൂൺ 26-നാണ് ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് പുറത്തുവിട്ടത്. ആഗോളതലത്തിൽ 31% പേരാണ് ശാരീരികാധ്വാനത്തിൽ ഏർപ്പെടാതിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഇത് 49.4%മാണെന്ന് ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. ലാൻസെറ്റ് ഗ്ലോബൽ ഹെൽത്ത് ജേണലിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ശാരീരികാധ്വാനത്തിൽ ഏർപ്പെടാത്തവരുടെ എണ്ണം 2000-ൽ 22.3%. എന്നാൽ 2022 ആയപ്പോഴേക്കും അത് 49.4% ഉയർന്നുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതേ സ്ഥിതി തുടർന്നാൽ 2030 ആകുമ്പോഴേക്കും രാജ്യത്തെ 59.9% പേരും കായികാധ്വാനമില്ലാത്തതിന്റെ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നും റിപ്പോർട്ടിലുണ്ട്. കായികാധ്വാനമില്ലായ്മ വിവിധ രോഗങ്ങളിലേക്ക് നയിക്കും. കൂടാതെ ശരീരവണ്ണം കൂടുകയും മാനസികാരോഗ്യത്തിന് വെല്ലുവിളിയാകുകയും ചെയ്യുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ഹൃദ്രോഗം, ക്യാൻസർ, ടൈപ്പ് 2 പ്രമേഹം, ഡിമെൻഷ്യ എന്നിവ പിടിപെടാനും ഈ സ്വഭാവം കാരണമാകുമെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. ഇതൊഴിവാക്കുന്നതിനായി ലോകാരോഗ്യ സംഘടന ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. പ്രായപൂർത്തിയായവർ ആഴ്ചയിൽ കുറഞ്ഞത് 150 മിനിറ്റ് വരെ വ്യായാമങ്ങളിൽ ഏർപ്പെടണം. ബുദ്ധിമുട്ടേറിയ വ്യായാമമുറകൾ 75 മിനിറ്റ് വരെ ചെയ്യണമെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. ഉയർന്ന വരുമാനമുള്ള ഏഷ്യ പസഫിക് മേഖലയിലും ദക്ഷിണേഷ്യയിലുമാണ് ശാരീരികാധ്വാനം ഏറ്റവും കുറവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. എന്നാൽ പാശ്ചാത്യ മേഖലയിൽ ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങളിൽ ഇത് 28%, ഓഷ്യാനയിൽ 14%മാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ആഗോളതലത്തിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് ശാരീരികാധ്വാനം സ്ത്രീകളിൽ കുറവാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പുരുഷന്മാരിൽ ഇത് 29%ആണെങ്കിൽ സ്ത്രീകളിൽ 34%മാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ചില രാജ്യങ്ങളിൽ ഈ വ്യത്യാസം ഏകദേശം 20% വരെയാകാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിലും കഠിനാധ്വാനം വളരെ കുറവാണ്. പ്രായമായവരിൽ ശാരീരികാധ്വാനമുള്ള പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ഈ പുതിയ കണ്ടെത്തലുകൾ ക്യാൻസറും ഹൃദ്രോഗ സാധ്യതയും കുറയ്ക്കാനും ശാരീരിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ മാനസികാരോഗ്യവും ക്ഷേമവും മെച്ചപ്പെടുത്താനുമുള്ള ഒരു അവസരവുമായും കാണണം. ഇതാണ് ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറലിന്റെ അഭിപ്രായം.